ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിന്ന് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചട്നിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് ഈ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ്. ഇതൊരു ചെറിയ ഉള്ളി ആയതുകൊണ്ട് ഒരു 3 ചെറിയ ഉള്ളി സവാളയാണ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4-5 ചുവന്ന മുളക്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്, കുറച്ച് വാളംപുളി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയാണ് നമുക്ക് ഈ ചമ്മന്തിക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് നമുക്കിതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതേ ഞാൻ ചൂടായ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എടുത്ത് വെച്ചിരുന്ന മുളക് ഒന്ന് വറുത്തെടുക്കാം. ഇത് ഒന്നിച്ച് ഉള്ളിയുടെ കൂടെ ഇടുമ്പോഴത്തേക്ക് അതങ്ങ് അത്ര ശരിക്കും മൂത്ത് കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഇതൊന്ന് സെപ്പറേറ്റ് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എരിവിൻ്റെ അനുസരിച്ച് നിങ്ങൾ മുളകൊക്കെ കൂട്ടാം കേട്ടോ. ഞാനിവിടെ ആവശ്യത്തിനുള്ള എരിവ് കൂടുതൽ വേണം, അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി മുളക് കൂടുതൽ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഉഴുന്ന് പരിപ്പ് ഇതിനകത്തൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പുണ്ട്. ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ചെറുതീയിലിട്ട് ഇതിൻ്റെ കളർ മാറുന്ന വരെ ഒന്ന് പെട്ടെന്നൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ കണ്ടോ, മൂത്ത് വരുന്നതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമുക്കിത് മൂത്തതിലേക്ക് നമ്മൾ നന്നായിട്ടൊന്ന് കളർ മാറണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ ഉള്ളി സവോള കേട്ടോ, സവോള അരിഞ്ഞ് വെച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് വാളംപുളി എടുത്ത് വെച്ചിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കണം. ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കൊന്നും വേണ്ട. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ പച്ചച്ചൊവ ഒന്ന് പോകാനായിട്ടൊന്ന് കഴിച്ചാൽ മതി. ഒത്തിരി അങ്ങ് വഴറ്റി ഒരുപാട് കളറൊന്നും മാറണ്ട. നമ്മുടെ ഉള്ളി കുറച്ച് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. വേണേൽ നമുക്ക് പിന്നെ ചേർക്കാം. നമ്മുടെ പരിപാടി കഴിഞ്ഞ് ഇത്രയും വഴണ്ടാൽ മതി. ഓഫ് ചെയ്യുവാണ്. ഇതൊന്ന് വാങ്ങി വെച്ച് തണുക്കണം. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ആദ്യം വറുത്തെടുത്ത മുളകും കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് കടുക് വറക്കണം. അത്രയേ ഉള്ളൂ പരിപാടി. പെട്ടെന്ന് ഉള്ളിയെല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു ശകലം കായപ്പൊടി ചേർക്കുകയാണ്. മുമ്പേ ചേർക്കേണ്ടതായിരുന്നു, ഞാൻ മറന്നുപോയി. ഇപ്പോൾ ചേർത്താലും മതി, കുഴപ്പമില്ല. നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് ചേർത്തിട്ട് അരച്ചു കൊടുക്കാം. അപ്പോൾ അതേ നമ്മൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഉണ്ടോ. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിനകത്ത് കുറച്ച് കടുക് വറുത്ത് ചേർക്കണം. അതിനുവേണ്ടി ഞാൻ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. കുറച്ച് മതി കേട്ടോ. നമ്മൾ 1/2 സ്പൂൺ കടുക്, ഉണക്കമുളക്, ഇനി നമുക്ക് നമ്മുടെ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ചേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തൊരു വൃത്തികെട്ട പണിയായി കാണിക്കുന്നു, ഒരു ഇച്ചിരിച്ച ഉണ്ടാക്കിയെന്ന്. ഇത് ഓൾറെഡി ഞാനിവിടെ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട് ദോശയ്ക്ക്. അപ്പോൾ രണ്ടുപേർക്കുള്ളത് മതിയല്ലോ. അപ്പോൾ സാമ്പാറിൻ്റെ കൂട്ടത്തിൽ ചെറുതായിട്ടൊന്ന് തൊട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ശകലം. പക്ഷേ ഇത് ടേസ്റ്റ് എങ്ങനെയുണ്ടോ ഞാൻ നോക്കട്ടെ. അസാധ്യ രുചിയായി ചമ്മന്തി കേട്ടോ. നിങ്ങളൊന്നും ചുമ്മാ പറയല്ല, സൂപ്പർ. അത് ചോറിന് വേണേലും കൂട്ടാം. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ എളുപ്പമല്ലേ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം ഒരു മിഡിൽ ക്ലാസ് എടുക്കണം.